ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാനിവിടെ അവൽ വിളയിക്കാൻ പോവുകയാണ്. അതിനൊരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവൽ ഞാനൊന്ന് വറുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കര ഉരുക്കിയേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാമേ. ഞാനിവിടെ ഒരു കപ്പ് അവൽ വിളയിക്കാൻ 1.5 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കടായിക്കകത്ത് 1 സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തേങ്ങ തിരുമിയത് ഇടാമേ. തേങ്ങ തിരുമിയത് ഞാനൊന്ന് ചൂടാക്കുവാണേ. അതിനകത്തോട്ട് തന്നെ ഞാൻ വറുത്ത് വെച്ച അവലോട് ഇട്ടേ ഒന്ന് മിക്സ് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര അങ്ങോട്ട് ചേർക്കാമേ. ഞാനങ്ങനെ അവലും അതിനകത്തോട്ട് ഇട്ടു, ശർക്കര പാനി അതിനകത്തോട്ട് ഇട്ടേ. ഇനി അതിനകത്ത് ഞാൻ ഇച്ചിരി കപ്പലണ്ടി ഇടുവാണേ. ഇതിനകത്തോട്ട് തന്നെ ഞാൻ ഇച്ചിരി ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 10 ഏലക്ക എടുത്തു, ഒരു കപ്പിന്. കപ്പ് അവലിന് 10 ഏലക്ക എടുത്ത് പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സിക്കകത്ത് ഇട്ട് പൊടിച്ചതാണേ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാമേ. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് വെള്ള എള്ളായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കറുത്ത എള്ള് ചേർക്കാമേ. സംഭവം അടിപൊളി. നമ്മളെപ്പോഴും ശർക്കര ഉരുക്കിയത് അരിച്ചെടുക്കാവോ. അതിനകത്ത് മണ്ണിൻ്റെയൊക്കെ അംശം കാണും. അതുകൊണ്ട് അരിച്ചെടുക്കുന്നതുകൊണ്ട് അത് ക്ലീനായിട്ട് നമുക്ക് യൂസ് ചെയ്യാമേ. ഞാനിപ്പോൾ 1 കപ്പ് അവലെടുത്തോണ്ടാണ് കടായിക്കകത്ത് ചെയ്ത്. നിങ്ങളിത് കൂടുതലെടുക്കുകയാണെങ്കിൽ ഉരുളിക്കകത്ത് ചെയ്യാവേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.